إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا نحن نرث الأرض ومن عليها وإلينا لا يرجعون സൂറ മറിയം 40-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. നോക്കൂ, ഇന്നാ നഹ്നു നരിസുൽ അർദ്, ഇന്നാ നഹ്നു നിശ്ചയമായും നാമാകുന്നു, നരിസുൽ അർദ് ഈ ഭൂമിയാരെന്ന് അനന്തരമെടുക്കുന്നത്, വമൻ അലൈഹ അതിന് മുകളിലുള്ളവരെയും ആ ഭൂമിയെയും അനന്തരമെടുക്കുന്നത് നാമാകുന്നു എന്നാണ് അല്ലാഹു തആല വിശദീകരിക്കുന്നത്. വ ഇലൈനാ യുർജഊൻ, വ ഇലൈനാ നമ്മുടെ അടുത്തേക്കാണ് യുർജഊൻ അവർ മടക്കപ്പെടുന്നത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതെന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ കൂടി നമുക്ക് നൽകാൻ അല്ലാഹു ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ്? ഭൂമിയെ അനന്തരമെടുക്കുന്നവർ. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ അയാളുടെ മുഴുവൻ സമ്പത്തുകളും എല്ലാം അതിന്റെ അവകാശികൾ, അടുത്ത ബന്ധുക്കളും മക്കളും, അവർ അത് അനന്തരമെടുക്കും എന്ന് പറഞ്ഞാൽ അത് അതിന്റെ മുഴുവൻ അവകാശവും ആർക്കായി മാറും? ഈ മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്കായി മാറും. അതുപോലെ ഈ ഭൂമിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ അനന്തരമെടുക്കുന്നവൻ, അതിനെ സൃഷ്ടിച്ചു നിയന്ത്രിച്ചു പരിപാലിക്കുന്നവൻ, അതിന്റെ സൃഷ്ടാവും അതിന്റെ ഉടമയും ഇന്ന് ദിവസം അല്ലാഹു. ഇവിടെ മുഴുവൻ മനുഷ്യരും മരിച്ചു കഴിഞ്ഞാലും ഈ ഭൂമിയെ അനന്തരമെടുക്കുന്നവൻ അല്ലാഹു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടമസ്ഥൻ, അതിന്റെ സകലമാന നിയന്ത്രണവും അധികാരവും ഉടമസ്ഥതയും അല്ലാഹുൽ മാത്രം നിക്ഷിപ്തമാകുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിന് മുകളിലുള്ളവരെയും അനന്തരമെടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ മുഴുവൻ മനുഷ്യരെയും ഇൻസിനെയും ജിന്നിനെയും അവരെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്നു, നിയന്ത്രിക്കുന്നു. അവിടെ എല്ലാം ഉടമസ്ഥാവകാശവും അല്ലാഹുൽ മാത്രം നിക്ഷിപ്തമാകുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ ആർക്കും ഒരു പങ്കും ഇല്ല, ആർക്കും അതിനെ വെല്ലുവിളിക്കാൻ കഴിയില്ല. അത് അല്ലാഹുൽ മാത്രം ഒതുങ്ങുന്നതാണ്. അല്ലാഹുവാണ് അതിന്റെ ഉടമ, അതിന്റെ ഉടമാധികാരം. മുൽക്ക്, മാലിക്കൽ മുൽക്ക്, അത് അല്ലാഹു മാത്രമാകുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായി? ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സത്യമായി മനസ്സിലാക്കാൻ സജ്ജനങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാട്ടാ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.